കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് അധികൃതരുടെ ഒളിച്ചുകളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സ്വത്ത് വിട്ടു നൽകാൻ ED തയ്യാറായിട്ടും തിരികെ വാങ്ങി നിക്ഷേപകർക്ക് നൽകാൻ ബാങ്ക് തയ്യാറാകുന്നില്ല. ബാങ്ക് നടപടി സ്വീകരിക്കാത്തത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് എന്ന ആക്ഷേപം ശക്തമാണ്. ഏറെ നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം 2 മാസം മുമ്പാണ് കരുവന്നൂർ കേസിൽ ED അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. PMLA പ്രകാരം കുറ്റപത്രം സമർപ്പിച്ചാൽ വിധി വരുന്നതിനു മുൻപേ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്ത് ലഭിക്കാൻ അവസരമുണ്ട്. കരുവന്നൂർ കേസിൽ കുറ്റപത്രം നൽകി 2 മാസം കഴിഞ്ഞിട്ടും പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്ത് ആവശ്യപ്പെടാൻ ബാങ്ക് തയ്യാറായിട്ടില്ല. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടുകെട്ടിയ 180 കോടി രൂപയുടെ സ്വത്ത് ബാങ്കിന് നൽകാൻ ED തയ്യാറാണ്. ED സന്നദ്ധത അറിയിച്ചിട്ടും ബാങ്ക് കോടതിയെ സമീപിച്ചിട്ടില്ല. നിക്ഷേപകരായ 7 പേർ സ്വത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ബാങ്കിന് മാത്രമാണ് നിയമപരമായി സ്വത്ത് ലഭിക്കുക. പ്രതികളിൽ നിന്ന് ലഭിച്ച സ്വത്തുക്കൾ ബാങ്കിന് നിക്ഷേപകർക്ക് നൽകാൻ കഴിയും. ഈ സാധ്യതകൾ ഉണ്ടായിട്ടും നീട്ടിക്കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന ആക്ഷേപം ശക്തമാണ്. നേരത്തെ തിരുവനന്തപുരം കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ ബാസുരംഗനിൽ നിന്ന് കണ്ടുകെട്ടിയ 1 കോടി രൂപയുടെ സ്വത്തുക്കൾ ബാങ്കിന് ED തിരികെ നൽകിയിരുന്നു. ബാങ്ക് കോടതിയെ സമീപിച്ചതോടെയാണിത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.